Dear friends, I am M. A. Rashid, consultant psychologist. ഇന്ന് നാം ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അപ്രീസിയേഷനെ കുറിച്ചാണ്. അഭിനന്ദനം. ഇന്ന് നാം പലപ്പോഴും അവഗണിക്കപ്പെടുന്ന ഒരു വലിയ കാര്യമാണ് അഭിനന്ദനം എന്നുള്ളത്. നമ്മൾ ഒരാൾ നല്ല കാര്യം ചെയ്തു, ഒരു നല്ല കാര്യം പറഞ്ഞു, നമ്മൾ അയാളെ അഭിനന്ദിക്കണം. പക്ഷേ പലരും അതിന് മറന്നു പോകുന്ന ഒരു അവസ്ഥയാണുള്ളത്. നീ ചെയ്തത് നന്നായി, നീ പറഞ്ഞത് നന്നായി, വളരെ സന്തോഷമുണ്ട് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അവിടെ ഒരു പോസിറ്റീവ് വൈബ്, അതുപോലെ പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കപ്പെടുന്നു. അപ്പോൾ നമുക്ക് നോക്കാം, എന്താണ് അപ്രീസിയേഷൻ? വാട്ട് ഈസ് അപ്രീസിയേഷൻ? അപ്രീസിയേഷൻ മീൻസ് റെക്കഗ്നൈസിങ് ആൻഡ് വാല്യൂയിങ് ദ ഗുഡ് തിങ്സ് ഇൻ അവർ ലൈഫ് ആൻഡ് അതേഴ്സ്. നമുക്ക് നമ്മളെ അഭിനന്ദിക്കാൻ സാധിക്കും. സെൽഫ് അപ്രീസിയേഷൻ എന്ന് പറയും. മറ്റൊരാൾ ചെയ്ത നല്ല കാര്യങ്ങൾ സമൂഹത്തിലാകട്ടെ, നാട്ടിലാകട്ടെ, ഒരു അധ്യാപകന് ഒരു വിദ്യാർത്ഥിയെ അഭിനന്ദിക്കാം, അതുപോലെ വിദ്യാർത്ഥിക്ക് അധ്യാപകരെ അഭിനന്ദിക്കാം. അതുപോലെ സമൂഹത്തിലുള്ള എല്ലാ ആളുകൾക്കും നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനെ അഭിനന്ദിക്കാനുള്ള ഒരു മനസ്സുണ്ടാവുകയാണെങ്കിൽ ഈ പ്രദേശം, ഈ ലോകം വളരെ നല്ലൊരു പോസിറ്റീവ് വൈബുള്ളതായിട്ട് മാറാൻ സാധിക്കും. നമുക്കറിയാം, നമുക്ക് എന്തൊക്കെ ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് നോക്കാം. നമ്മുടെ ചുറ്റുപാടുള്ള ആളുകൾ ചെയ്യുന്ന ഈ നല്ല കാര്യങ്ങൾ നമ്മൾ അഭിനന്ദിക്കുമ്പോൾ നമുക്ക് ഇറ്റ് ക്യാൻ സ്ട്രെങ്തൻ റിലേഷൻഷിപ്സ്. നമ്മുടെ നാട്ടിലുള്ള ഒരാളെ കണ്ടു, ഒരു വിദ്യാർത്ഥിയെ കണ്ടു, അത് നന്നായിട്ട് നല്ല കാര്യങ്ങൾ സമൂഹത്തിന് ചെയ്തു, ഒരു ഓർഗനൈസേഷൻ്റെ പ്രവർത്തകരാണ്, അവർ നല്ല കാര്യങ്ങൾ ചെയ്തു, അവർ നമ്മൾ കാണുമ്പോൾ വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ സംഘടനാപരമായിട്ടൊക്കെ അഭിനന്ദിക്കുമ്പോൾ അവിടെ ഒരു സ്ട്രെങ്തൻ റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഇമ്പ്രൂവ് അവർ മെൻ്റൽ ഹെൽത്ത്. നമ്മൾ മറ്റുള്ളവരെ അഭിനന്ദിക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ മനസ്സിന് എപ്പോഴും നന്മയുണ്ടാകും. അത് നമ്മുടെ മെൻ്റൽ ഹെൽത്തിന് വളരെയധികം ഉപകാരപ്രദമാകുന്നുണ്ട്. ഈ ബൂസ്റ്റ് അവർ റെസിലിയൻസ്, നമ്മുടെ റെസിലിയൻസ്, നമുക്കുണ്ടാകുന്ന ഇതിലൊക്കെ നമ്മൾ ഒരു പ്രതിരോധ ശേഷി ഉണ്ടാവും. നമ്മൾ മറ്റുള്ളവരെ അംഗീകരിക്കുമ്പോൾ അവരിൽ നിന്ന് നമുക്ക് നല്ല പെരുമാറ്റം നമുക്ക് ലഭിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ബിക്കം മോർ ഓപ്റ്റിമിസ്റ്റിക്, നമ്മൾ എപ്പോഴും ഒരു ശുഭാപ്തി വിശ്വാസമുള്ളവരായിട്ട് മാറുന്നു. നമുക്ക് എല്ലാത്തിനെയും ഓപ്പണായിട്ട് നമ്മൾ നല്ല കാര്യങ്ങൾ അഭിനന്ദിക്കാനും ചീത്ത കാര്യങ്ങളെ അത് തെറ്റാന്ന് പറയാനുള്ള ആത്മധൈര്യം നമുക്കുണ്ടാവുന്നു. വി ബിക്കം മോർ എക്വിപ്ഡ് ടു ഹാൻഡിൽ ലൈഫ് ചേഞ്ചസ് ഓർ ചലഞ്ചസ്. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചലഞ്ചസിനെയും പ്രയാസങ്ങളൊക്കെ നമുക്ക് നേരിടാനുള്ള കരുത്ത് നമുക്ക് ലഭിക്കുന്നു. ഇറ്റ് ബിൽഡ്സ് ട്രസ്റ്റ്, വിശ്വാസം ഉണ്ടാകുന്നു, പരസ്പര വിശ്വാസം. അതുകൂടാതെ തന്നെ ക്രിയേറ്റ് എ പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ. പിന്നെ ഡിഫ്യൂസ് കോൺഫ്ലിക്ട്സ്. ഈ നമ്മുടെ സമൂഹത്തിലും നാട്ടിലൊക്കെ നമ്മൾ കോൺഫ്ലിക്ട്സ് ഒക്കെ പരമാവധി കുറയും. നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അഭിനന്ദിക്കാനൊക്കെ തുടങ്ങുമ്പോൾ ആളുകൾ തമ്മിലുള്ള തെറ്റിദ്ധാരണകളൊക്കെ ഇല്ലാതാവുന്നു. ഇത് എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം നമ്മുടെ ആ നല്ല കാര്യങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതി വെക്കുകയാണെങ്കിൽ നമുക്കത് ഇടയ്ക്കിടയ്ക്ക് വായിച്ച് നോക്കുമ്പോൾ ഒരു അപ്രീസിയേറ്റ് ചെയ്യാനുള്ള, മറ്റുള്ളവരെ അഭിനന്ദിക്കാനും നല്ലൊരു പോസിറ്റീവ് ബോധവും നമുക്കുണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് എക്സ്പ്രസ് ഗ്രാറ്റിറ്റ്യൂഡ് ടു അതേഴ്സ് ത്രൂ കൈൻഡ് വേർഡ്സ് ഓർ നോട്ട്സ്. മറ്റാളുകൾ നമ്മൾ നല്ല വാക്കുകളിലൂടെയും നമ്മളിപ്പോൾ ചിലപ്പോൾ അങ്ങനെ നേരിട്ട് കാണാൻ പറ്റാത്ത ആളുകളുണ്ടെങ്കിൽ നോട്ട്സോ കുറിപ്പുകളോ ഒക്കെ മെസ്സേജൊക്കെ അയച്ചുകൊണ്ട് അവരെ അഭിനന്ദിക്കാൻ സാധിക്കും. നമുക്ക് എപ്പോഴും ഇങ്ങനെയുള്ളൊരവസ്ഥ നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകുകയാണെങ്കിൽ അഭിനന്ദിക്കുക എന്നുള്ളത്, മറ്റുള്ളവർക്ക് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് അഭിനന്ദനം. നമ്മൾ നല്ല കാര്യം ചെയ്താൽ ഒരു ഭർത്താവ് ഭാര്യയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു, ഭാര്യ ഭർത്താവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു, മക്കൾ അച്ഛനമ്മമാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു, അച്ഛനും അമ്മയൊക്കെ ചിലപ്പോൾ മക്കളിൽ നിന്ന് അഭിനന്ദനം പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെയുള്ള നല്ല അഭിനന്ദനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന, സ്വീകരിക്കുന്ന, പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളായിട്ട് മാറാൻ നമുക്ക് സാധിക്കട്ടെ. വിഷ് യു ആൾ ദ ബെസ്റ്റ്.